ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഒരേ സമയം, അതായത് ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സാണ് എൽ ഡി എഫിനും യു ഡി എഫിനും എന്ന് കൂടി പറയാൻ ശ്രമിച്ചിരുന്നു നരേന്ദ്രമോദി. അതായത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൊടിയും അടയാളവും രണ്ടാണ്, പക്ഷേ അവരുടെ രാഷ്ട്രീയ അജണ്ട ഒന്നാണ്. അത് അഴിമതിയുടേതും വർഗീയതയുടേതും നിരുത്തരവാദ ഭരണത്തിൻ്റെതും ദുർഭരണത്തിൻ്റെതുമാണ് എന്ന് പറയുന്നു. നോക്കൂ, പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണ്ടേ? ചരിത്രം അതല്ലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? മാറി മാറി വന്ന ഭരണങ്ങൾ, ഒരാൾ ചെയ്തത് പൂർത്തിയാക്കാത്ത മറ്റുള്ളവർ. ഇപ്പോൾ തുടർ ഭരണം വന്നപ്പോൾ എന്താണ് അവസ്ഥ കേരളത്തിൽ? അപ്പോൾ ത്രിപുരയിലേക്ക് ചൂണ്ടി, ബംഗാളിലേക്ക് ചൂണ്ടി മോദി പറയുന്നുണ്ട് അവർക്ക് കിട്ടാതെ പോയ സൗഭാഗ്യം കൊണ്ടുവന്നത് BJP ആണ് എന്ന്. ഇങ്ങനെയല്ലാതെ ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് രാഷ്ട്രീയം പറയേണ്ടത്? ശ്രീ നരേന്ദ്രമോദി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. അതൊരു രാഷ്ട്രീയ വേദി കൂടിയാണ്. കാരണം അത് പുത്തരിക്കണ്ടം മൈതാനത്ത് 2 വേദികളുണ്ടായിരുന്നു. അതിൽ ആദ്യ വേദി ഒരു വികസന വേദി എന്ന രൂപത്തിൽ ട്രെയിനുകളുടെ ഉദ്ഘാടനമൊക്കെ ഉള്ള ഒരു വേദിയാണ്. രണ്ടാമത്തേത് കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയാണ്. അത് കോർപ്പറേഷനിൽ ജയിച്ചു വന്ന സാമാജികരും മറ്റുള്ളവരും അവർക്കുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ BJP പ്രവർത്തകരെ വലിയ രീതിയിൽ ആവേശം കൊള്ളിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഒരു വലിയ ഒരു ആവേശപരമായ ഒരു രാഷ്ട്രീയ സംസാരം എന്നതുകൂടിയായിരുന്നു ആ ഒരു സംസാരം. അവിടെ എന്താണ് ഒരു BJP നേതാവ് പറയേണ്ടത്? പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കൂടിയാണല്ലോ. അതുകൊണ്ടാണ് കേരളത്തിനൊരു വികസന സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ UDFും LDFും മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകകൾ പോരാതെ വരുന്നു. അതിൽ ഒരു സർപ്രൈസ് വാല്യൂ ഒന്നുമില്ല. UDF ഫോളോഡ് ബൈ LDF. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണ് LDFും UDFും വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും, അതുപോലെ നയങ്ങളുടെ കാര്യത്തിലും, അതുമാത്രമല്ല വർഗീയ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ. അപ്പം ഇവിടെ ഇതിൽ നിന്നും ഈ മോദിയുടെ ആ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായ ഒരു ത്രെഡിൽ നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ മോദി തൻ്റെ പ്രഭാഷണം തുടങ്ങിയത് തന്നെ ഈ അനന്തപുരിയുടെ പ്രത്യേക സാഹചര്യത്തെ, അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ മണ്ണാണ് അനന്തപുരി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് കോണ്ടെക്സ്ച്വലാണ്. ആ പ്രദേശത്തെ ഒന്ന് ചൂണ്ടി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ്. നേതാജി ജന്മദിനം എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എണ്ണി പറയുന്നു. അതോടൊപ്പം തന്നെ 3 സമുദായ പ്രതിഭകളെ, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ആചാര്യന്മാരെ ഓർത്തെടുക്കുകയാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ, നായർ സമുദായത്തിൻ്റെ അനിഷേധ്യമായ ഒരു ചൈതന്യം, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ, അതേപോലെ അയ്യൻകാളി. അപ്പം ഇവിടെ കൃത്യമായൊരു സോഷ്യൽ എൻജിനീയറിംഗ് BJPയുടെ ഭാഗത്തുണ്ട്. അത് രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും വോട്ടുകൾ വരേണ്ടത് വികസനം എന്ന ഒരു ത്രെഡിൽ മാത്രം ഒതുങ്ങി നിന്നാലാവില്ല. വിവിധ വിഭാഗങ്ങളെ കൂടിച്ചേർക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ശ്രീ മോദിയുടെ പ്രസംഗത്തിനൊരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം അത് ഇപ്പോഴത്തെ ഒരു മാറി വരുന്ന LDFിൻ്റെ ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൊണ്ടാണ്. ഇവിടെ നോക്കൂ, മോദിയുടെ വലതുപക്ഷത്ത് ഇരുന്നതാരാണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP യോഗത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. BJPയുടെ സഖ്യകക്ഷിയാണ് BDJS. കാര്യമായ നേട്ടമൊന്നും ഒരുപക്ഷെ BDJSന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. ഇതുവരെ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ വിജയിച്ച ചരിത്രമില്ല പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അവിടെ ഇരുന്നത് തീർച്ചയായും ഇടവ സമുദായത്തിൻ്റെ കൂടെ ഒരു മുഖം തന്നെയാണ് BDJSൻ്റെ നേതാവിലൂടെ അവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഒരു ക്രൈസ്തവ നേതാവ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല എങ്കിലും ഒരു വ്യവസായിയായ സാബു ജേക്കബ് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ സാബു ജേക്കബിൻ്റെ പാർട്ടി ഇന്നലെയാണ് BJPയുടെ സഖ്യത്തിലേക്ക്, NDA മുന്നണിയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ മതങ്ങൾക്കതീതമായി, ജാതിക്കതീതമായി എല്ലാ വിഭാഗങ്ങൾക്കും ഇപ്പോൾ NDA ചതുർത്ഥിയല്ല എന്ന ഒരു സൂചന നൽകാൻ ആ വേദി പ്രയോജനപ്പെടുത്തുന്നതും കണ്ടു. അതുകൊണ്ട് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി ഒരു ഹൈന്ദവ ഏകീകരണം എന്ന രീതിയിലേക്ക് പോകുമ്പോൾ, അങ്ങനെയല്ല ഹിന്ദു വോട്ടിൻ്റെ ഉൾപ്പെടെ അവകാശം കുത്തകയായി CPMന് ക്ലെയിം ചെയ്യാനാവില്ല എന്ന ഒരു അദൃശ്യമായ സന്ദേശം കൂടി ശ്രീ മോദി നൽകുന്നു എന്ന ഒരു തോന്നൽ അവിടെ ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ വികസനം നടപ്പാക്കണമെങ്കിൽ
മാറ്റമുണ്ടാകണം, ചേഞ്ച് ഉണ്ടാകണം. മാറ്റങ്ങളെ സാധ്യമല്ല എന്ന ഒരു ചിന്താഗതിയിൽ നിന്നും ഉണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ശ്രീ നരേന്ദ്രമോദി ഊന്നി പറഞ്ഞത്. ആ മാറ്റത്തിന് തുടക്കം ഇതാ തിരുവനന്തപുരത്ത് കുറിക്കപ്പെട്ടു എന്നതാണ്. അവിടെ നിന്ന് കണ്ടാൽ അപ്പോൾ തിരുവനന്തപുരം എന്നത് ആ ഒരു പ്രദേശത്തിന് വലിയ രീതിയിൽ വലിയ മഹാസൗഭാഗ്യം, ഒരു സമ്മാനത്തിൻ്റെ പെരുമഴയുമായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിറങ്ങുന്നു എന്ന ഒരു റെറ്ററിക്കാണ് പൊതുവെ മാധ്യമങ്ങൾ നൽകിയത്. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എടുകുടുക്കെ ചോറും കറിയും എന്ന രീതിയിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിക്ക് വന്ന കാര്യങ്ങൾ പറയാനാവില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ, ഇനി തിരഞ്ഞെടുപ്പിന് 100 ദിവസത്തിലധികം സമയമുണ്ട്, അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഈ ബ്ലൂ പ്രിൻ്റ് തയ്യാറായി കഴിഞ്ഞാൽ വളരെ സാവകാശം സമയമെടുത്ത് അവലോകനം ചെയ്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് നീഡ് ഓറിയൻറ്റഡ് ആയിരിക്കണം ഒരു രേഖ, വികസന രേഖ. അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാവുന്നതല്ല. അത് ഭരണകക്ഷി അംഗങ്ങളുടെയും പ്രതിപക്ഷ അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ 20 സാമാജികരുണ്ട്, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ 29 സാമാജികരുണ്ട്. ഇവരെല്ലാം കോൺഫിഡൻസിലെടുത്തുകൊണ്ട് എല്ലാ വാർഡുകളിലേക്കും കാര്യങ്ങളെത്തി, പിന്നെ സന്ദേശം എത്തുകയും ആ റിക്വയർമെൻ്റ് എല്ലാം ചേർത്ത് സമഗ്രമായി തയ്യാറെടുക്കേണ്ട ഒരു രേഖ തന്നെയാണ് വികസന രേഖ. അത് ഇപ്പോൾ അനാവരണം ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് സ്വല്പം പ്രിമച്വറായ ഒരു പ്രതീക്ഷയാണ്. അതുണ്ടായില്ല എന്നത് തീർച്ചയായും ഒരു വികസന രംഗത്തെ ഒരു കല്ലുകടിയായി പ്രതിപക്ഷങ്ങൾ അവതരിപ്പിക്കും. അതിൽ കുറേയൊക്കെ ന്യായമുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്താമായിരുന്നു. അതുമാത്രമല്ല, ശ്രീ CP ജോൺ ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളോടുള്ള പ്രതികരണം ഉണ്ട്. കാര്യമായ കാരണം തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്നതിനേക്കാളും തിരുവനന്തപുരം നഗരത്തിന് ഒരു വൻപൻ പദ്ധതി, സിംബോളിക്കായിട്ടെങ്കിലും ഒരു വൻപൻ പദ്ധതി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു സെൻറ്റർ തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരം എന്ന രീതിയിൽ തുടങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് മാത്രം നിശ്ചയിക്കുന്ന സിംബോളിക്കായ ഒരു കാര്യം ന്യായമായും തിരുവനന്തപുരത്തെ ജനം പ്രതീക്ഷിച്ചു, കേരള ജനത പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. ഒരുപക്ഷെ ദാറ്റ് മേ ബി ഇൻ ദ പൈപ്പ് ലൈൻ എന്ന രീതിയിലാണ് ഇപ്പോൾ അതിനുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് അധികാരം തരൂ, ഡബിൾ എഞ്ചിൻ എന്ന ആശയം ഒരിക്കൽ കൂടി വ്യക്തമായി പറയണം. ആ വാക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ പോലും കേന്ദ്രത്തിൽ ഭരണമുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ഭരണം ഇപ്പോൾ ജസ്റ്റ് ലഭിച്ചിരിക്കുന്നു. കോർഡിനേറ്റ് ചെയ്യാവുന്ന മേഖലയിലെല്ലാം തന്നെ സഹകരിച്ച് കോർഡിനേഷൻ ചെയ്യാവുന്ന ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വികസന വാഗ്ദാനങ്ങൾ ഒരു പ്രധാനമന്ത്രിക്ക് കൃത്യമായി നൽകാനാവില്ല. അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അടിസ്ഥാന ലെവലിൽ തന്നെയാണ്. ഇറ്റ് മേ ടേക്ക് ടൈം എന്നുള്ളതാണ്.